5 बजे की बात है, गेट से अंदर है, बाहर नहीं। तो मैं अपने ड्यूटी में था। इसमें कोई आवाज ऐसा है कि कोई टायर फट गया गाड़ी की या कुछ भी फटा, तो आवाज आया। तो हमने 2-3 मिनट देखा, हमने अपना दफ्तर के अंदर इधर उधर, अंदर कुछ भी नहीं था। फिर हम बाहर निकले जस्ट। ഇസ്രയേൽ എംബസിക്ക് സമീപത്തെ ദേശീയ ഹിന്ദി പരിശീലന കേന്ദ്രത്തിന് തൊട്ടു മുന്നിലാണ് സംഭവം ഉണ്ടായത്. 5:10 പൊട്ടിത്തെറി ശബ്ദം കേട്ടു എന്ന് എംബസി വക്താവ് വ്യക്തമാക്കി. മരങ്ങൾക്കിടയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടതായും പറയുന്നു. എന്നാൽ പരിശോധനയ്ക്കെത്തിയ സുരക്ഷാ സേനയ്ക്ക് കാര്യമായ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പോലീസും അഗ്നിശമന സേനയും ഫോറൻസിക്കും ബോംബ് സ്ക്വാഡും ചേർന്നാണ് പരിശോധന നടത്തിയത്. NIAയും സംഭവസ്ഥലത്തെത്തി അന്വേഷണം നടത്തി. हमारे से पहले एक गाड़ी और आ रखी थी, सीनियर आ गए थे हमारे, उन्होंने ही देखा है। हमें मैसेज मिला है वापस जाने का। वैसे कुछ मिला नहीं मिला? नहीं हमें कुछ नहीं मिला सर। ഭീഷണി നിലനിന്നിരുന്ന സ്ഥലം പോലീസ് ടേപ്പ് ഉപയോഗിച്ച് കെട്ടി പ്രവേശനം നിരോധിച്ചിരുന്നു. പരിശോധനയ്ക്ക് ശേഷം ബാരിക്കേഡുകളും സീലും അഴിച്ചുമാറ്റി. നിലവിൽ സുരക്ഷാ പ്രശ്നം ഇല്ല എന്നതാണ് നിഗമനം. അതേസമയം എംബസിക്ക് സമീപത്ത് നിന്ന് ഇസ്രയേൽ അംബാസിഡർക്ക് എഴുതിയ ഒരു കത്ത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മുൻപും ഇസ്രയേൽ എംബസിക്ക് സമീപത്ത് സ്ഫോടനം ഉണ്ടാവുകയും ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.